SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവുമായി ആദരം 2024 മാതൃഭൂമിയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ചേർന്നാണ് ആദരം 2024 സംഘടിപ്പിച്ചത്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വിജയികളെ അനുമോദിച്ചു. പ്രവേശന പരീക്ഷകൾക്ക് പ്രത്യേക ക്ലാസ് സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും നൽകാൻ ആലോചനയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പത്താം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിനും A+ കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. അപ്പോൾ അത്രയും നന്നായിട്ട് പഠിച്ച് മിടുക്കന്മാരും മിടുക്കികളുമാണ് ഞങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. കടന്നുപോയ അധ്യയന വർഷത്തിന്റെ കലാശക്കൊട്ടെന്നോണം SSLC +2 പരീക്ഷാ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ ഈ മിടുക്കർക്ക് എല്ലാ വിഷയങ്ങൾക്കും ഫുൾ A+. പുരസ്കാരം ഈ കുഞ്ഞുങ്ങൾ വാങ്ങിക്കുമ്പോൾ അവരെ എല്ലായ്പ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന മാതാപിതാക്കൾ, ഒപ്പം തന്നെ ഗുരുക്കന്മാർ മുന്നിലുണ്ട്. ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ കുട്ടികൾ സദസ്സിൽ പറഞ്ഞു. കേരളത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു എൻട്രൻസ് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കോച്ചിങ് സ്കൂളിൽ നിന്ന് തന്നെ കിട്ടുന്ന രീതിയിൽ പഠിപ്പിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ആശങ്കകൾക്ക് മന്ത്രിയുടെ മറുപടി: എൻട്രൻസ് കോച്ചിങ് ക്യാമ്പിൽ അപാരമായിട്ടുള്ള ഫീസാണ്. പാവപ്പെട്ടവരും സാധാരണക്കാരനും താങ്ങാൻ കഴിയാത്ത ഫീസാണ്. ആ താങ്ങാൻ കഴിയാത്ത ഫീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടപെടൽ ഗവൺമെൻറ് നടത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ സ്കൂളുകളിൽ നമുക്ക് ഇത്തരത്തിലൊരു സ്പെഷ്യൽ ഡ്രൈവ് നടത്താൻ കഴിയും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കാം എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. വഞ്ചിയൂർ സെന്റ് ജോസഫ് സ്കൂളിൽ നടത്തിയ ആദരവ് 2024 വിവിധ സ്കൂളുകളെ പ്രതിനിധീകരിച്ച് അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. I wish to place my hearty congratulations to each student who is present here on this remarkable achievement. SBI ജനറൽ മാനേജർ മുഹമ്മദ് ആരിഫ് ഖാൻ, മാതൃഭൂമി ന്യൂസ് എഡിറ്റർ P. അനിൽകുമാർ, മാതൃഭൂമി റീജിയണൽ മാനേജർ R. മുരളി, സർക്കുലേഷൻ മാനേജർ വരുൺ ഹരി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.